നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു അമൃതവേണി ഹെയർ ലിക്സ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ കോപ്പേർഡ് ബൈ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീർക്ക. സ്വാഗതം. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. കുറച്ചായി കണ്ടിട്ടല്ലേ? ചിരിക്കാനായിട്ട് ഞങ്ങളെ മിസ് ചെയ്തോ? പിന്നെ ആണോ? അല്ല, നമ്മള് ടിവിയിലും കാണാറുണ്ട് എപ്പോഴും. അപ്പൊ ഉഷാറായിട്ട് ചിരിക്കാൻ റെഡിയല്ലേ? പിന്നെ ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ നല്ലൊരു ടീമാ വരാൻ പോകുന്നത്. ആരൊക്കെ അത്? സുമിയുണ്ട്, അജേഷ് ഉണ്ട്, മനോജേട്ടനുണ്ട്. അടിപൊളി. ചെല്ലന്തരികിട ചില്ലന്തപ്പിൽ ചിന്നി ചിന്നി കണ്ണും ചിമ്മുന്നേ, കല്ലും നെല്ലും ഇളക്കിക്കാവിൻ ചില്ലത്തെത്തി ചെല്ലച്ചെറുപൂരം. ഹലോ സ്വപ്നേ മോളെ. ഹലോ മോളെ, നീ വിളിച്ചപ്പോഴേ ഞാൻ വർക്കിലായിരുന്നടി. അവിടെ അറബി അടുത്ത് നിൽപ്പുണ്ട്. ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വിളിച്ച. എന്തായിരുന്നു മോളെ? ഹലോ ഹലോ കട്ടാക്കി പോയോള്. നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം? അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യമെന്ന് പറയുന്നു. സ്വപ്നേ എടി പറയടി, ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണ്. 3-4 ദിവസം കൊണ്ട് തുടങ്ങിയതാണ്. ഞാൻ ഈ കുറച്ച് കാര്യം ഇവിടെ മണ്ടേ നേരത്തെ താടിച്ചാവും. ഞാനിത് കഴിഞ്ഞോ? നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ? നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഈ വീട്ടിൽ അങ്ങ് പുറത്തോ. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നിട്ട് 7-8 മാസമായി. ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ. എന്തുമാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്നറിയാമോ? അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ? നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പൈസ അയക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ദൂർത്തടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ല, അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പറ്റത്തില്ലല്ലോ. ഇപ്പോഴെന്താ കുഴപ്പമെന്ന് പറയാന്ന്? ഇതിന് രണ്ടിലൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ പോകും. എടി, ഈ നിസാര കാര്യത്തിനൊക്കെ നീ പിണങ്ങി പോവാണോ പെണ്ണേ? നിസാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. എന്തോ അത് ലൗഡ് സ്പീക്കർ ആയിരുന്നു. നിന്റെ നിസാർ കൗണ്ടർ അറബി കേട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. പൈസ എന്റെ പേരിൽ അയച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എടി, നീ അച്ഛനെ കൂടെ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അച്ഛനോട് കണ്ടോണ്ട് പോയി തിരക്ക. ഇനി എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കുന്നുമില്ല. ഈ വരുന്നത് ഉറാങ്കൂട്ടാനല്ല, എന്റെ അമ്മായിയച്ഛൻ ഓമനക്കുട്ടനാ. ഇത് എന്തൊരു പുതുമാർച്ചയാ ഇത്? എന്തുവാ ഇത്? എന്റെ പൊന്നു കുഞ്ഞെ, മുറ്റത്തുനിന്ന് അടുക്കളയിലോട്ട് കയറി അറിയാതൊന്ന് ഇടത് തിരിഞ്ഞു ചെന്ന് കയറിയത് പാതകത്തിന്റെ അടിയിൽ. 1.5 മണിക്കൂർ എടുത്ത് അവിടുന്ന് പുറത്തിറങ്ങാൻ. ഇത്രയും നാളായിട്ട് അറിയത്തില്ലായിരുന്നു അടുക്കളയിൽ നേരത്തോട്ട് തിരിഞ്ഞാ പാതകമാന്ന്? അതെങ്ങനെ അറിയാനെ കൊണ്ടാ? നോക്ക്, ഒരുത്തൻ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടേക്കും അടപണ്ടാരം വീട്. 10-28 മുറി. ഇതിൽ മുറി ഏതാ, വർക്കേരിയ ഏതാ, കക്കൂസ് ഏതാന്ന് ആർക്കറിയാനെ കൊണ്ടാ? കഴിഞ്ഞ ദിവസം ഈ 2 നിലയുടെ മണ്ടയ്ക്ക് ഞാൻ അറിയാതെ ഒന്ന് കയറി. 2 ദിവസം എടുത്തു വഴി തിരക്കി പിടിച്ച് താഴെ ഇറങ്ങാനെ കൊണ്ട്. അയ്യോ, അച്ഛൻ മോളിലുണ്ടായിരുന്നോ? കാണാതായപ്പോ ഞാൻ വിചാരിച്ച നാത്തൂന്റെ വീട്ടിൽ പോയതാന്ന്. അപ്പൊ ഞാൻ മേളിൽ കിടന്ന് അലക്കുകയും തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടില്ലോടി നീ? കേട്ടു. ഞാൻ വിചാരിച്ച വല്ല മരപ്പട്ടിയായിരിക്കും. എന്തിനാ വളഞ്ഞു തിരിഞ്ഞ് വിളിക്കുന്നത്? മുഖത്ത് നോക്കി ഡയറക്റ്റ് അങ്ങ് വിളിക്കങ്ങ്. ഞാൻ അത് ശീലിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട്. അത് ബഹുമാനം കൊണ്ടല്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല. 2-3 കസേര മോൻ മേടിച്ചിട്ടേക്കോല്ലോ, കേറി ഇരിക്കണം. മാറി മാറി കസേരയിലിരിക്കാൻ പൊന്നോണത്തിന് കസേര കളി മത്സരം നടക്കുമല്ലോ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല. എന്താ, അവർക്ക് കാലെത്തത്തില്ലായിരുന്നു? ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും എന്ന് കാണിക്കത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല.
ഉണ്ടാക്കി വെച്ചാൽ പോയത്. ഞാൻ വെളുക്കാൻ എന്റെ മുഖത്ത് തേച്ച് എനിക്ക് വെളുക്കാൻ ഉണ്ടാക്കി വെളുക്കട്ടെ, നിന്റെ മുഖം വെളുക്കട്ടെ. അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് എന്നെ കാണുമ്പോൾ നിന്റെ മുഖം കറക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന് തെറ്റിപ്പോയി. തെറ്റിയതാണോ? ചുമ്മാ തോന്നിയാണോ എനിക്ക്? തോന്നിയ തെറ്റിയെന്നല്ല പറഞ്ഞത്, 2-3 അല്ല, ഒരു 1.5 ആഴ്ചയായിട്ട് എന്റെ മുഖത്തിന് നല്ല കണ്ടു. അതെന്തുവാന്നല്ലേ ചോദിച്ചത്? അച്ഛൻ ഞാൻ ഈ വീട്ടിലെ മരുമോളാണോ അതോ ഒരു ഭിക്ഷാടനക്കാരിയാണോ? അതെന്തോ ഇപ്പൊ നിനക്ക് അങ്ങനെ ഒരു സംശയം? എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അച്ഛന്റെ കൈ വന്ന് ഇങ്ങനെ നീട്ടണം. അതിനെന്താ കുഴപ്പമെന്താ? നീട്ടണം. ആഹാ, 7-8 മാസമായി എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് വീർപ്പ് ചീന്തി പൈസ അയക്കുന്നു. അത് എന്റെ അക്കൗണ്ടിൽ അയക്കേണ്ടത്, അല്ലാതെ അച്ഛന്റെ അക്കൗണ്ടിലല്ല. നിന്റെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് അവനെ ഞാനാണ് 10-28 വയസ്സ് വരെ വളർത്തിയത്. അവൻ അധ്വാനിക്കുന്ന പൈസ എന്റെ കയ്യിലാണ് അവൻ തരേണ്ടത്. 7 മാസത്തെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. 10-28 കൊല്ലത്തിന്റെ കാര്യം എനിക്കറിയണ്ട. ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം മൊത്തം അയാളാണ് നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പൈസ വരേണ്ടത് എന്റെ അക്കൗണ്ടിലാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ചെറുക്കൻ എന്റെ കയ്യിൽ പൈസ അയച്ചു തരുന്നതുകൊണ്ടാണ് ഞാനത് കയ്യിൽ ചുരുട്ടിക്കൂട്ടി പിടിച്ച് ഈ കാണുന്നെല്ലാം ഉണ്ടാക്കിയത്. അച്ഛൻ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ അച്ഛനെ വിവരം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ വരുമ്പം വായിരിക്കുന്ന കേക്ക. ഓ, നമ്മുടെയൊക്കെ അച്ഛന്റെ വായി നാക്ക, ഇവർ അച്ഛന്റെ വായി കേക്ക. വായിരിക്കുമ്പോ എന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാനാ ഞാൻ പറഞ്ഞത്. എന്താ പറയാനെ കൊണ്ടാ? ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരട്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ധാരണ സ്വന്തം ശരീരം സഞ്ചിക്കത്തിട്ടുണ്ട് വരുന്നത്. അയ്യോ, അച്ഛായി! അച്ഛായി! കുഞ്ഞുമോളെ, എത്ര നാളായി അച്ചായി കണ്ടിട്ട്? കാണുമ്പോഴേ കിട്ടുന്ന ഉമ്മ തന്നില്ല. തലയിൽ തന്ന് തരാം. ഒന്നും കൂടെ. എന്താ 2 പൂട ഉണ്ടായിരുന്നു കറുത്ത, അതും അങ്ങ് അരച്ചു. ഇത്ര നേരം എവിടെ ആയിരുന്നു പറ. നീ വിളിക്കുമ്പോ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമോ? എനിക്ക് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ അടൂര് ട്രഷറി പോയാലായിരുന്നു. എവിടെ? അടൂര് ട്രഷറി. അതിന് അച്ഛന്റെ പെൻഷൻ വരുന്നത് പത്തനംതിട്ട ട്രഷറിയില്ലല്ലോ. ഞാനിന്നും പത്തനംതിട്ട ട്രഷറിയിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നളനാശൻ ചേട്ടൻ അങ്ങോട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞു പത്തനംതിട്ട ട്രഷറി പോവാന്ന് പറഞ്ഞു. എന്റെ ട്രഷറിയുടെ പ്രഷറിൽ പത്തനംതിട്ട ട്രഷറി തെറിച്ച് അടൂര് പോയി. ദൈവമേ, എനിക്ക് വയ്യ. എന്നാലും ഒമ്മനക്കുട്ടൻ നല്ലിയോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പുതപ്പ് മടക്കി വെച്ചേക്കുമായിരിക്കും. അന്നല്ല നിൽക്കാതിരിക്കുക, കൊച്ചു ചായ ഇട്ട് തരും. ചായ എടുക്കാൻ പോകാന്നോ? ആണ്. രാവിലെ പ്ലാസ്റ്റിക്കിൽ എനിക്ക് ഷുഗർ ഇല്ലെന്ന് കണ്ടു കേട്ടോ. 5 കലക്കി കൊടുക്കാൻ പറയുക, കലക്കി കൊടുക്ക. കെട്ടിയോള് പഞ്ചസാര കലക്കി തരത്തില്ല ചായക്കകത്ത്. പിന്നെന്താ വാളംപൊഴിയാ പിടിഞ്ഞൊഴിക്കുന്നത്? ഒമ്മനക്കുട്ടൻ നല്ലിയോ. പിന്നെ എന്താ സാമ്പ്രാണി കൊണ്ടുവരാഞ്ഞേ? സാമ്പ്രാണിക്കോ? മറ്റേ കല്യാണ ഭാര്യയുടെ മറ്റേ സംഭവമില്ല പേര്? സാമ്പ്രാണി എന്നല്ല, സഹധർമ്മിണി. ആ സാധനത്തെ എന്താ കൊണ്ടുവരാഞ്ഞേ? അവളങ്ങ് ദൂരെ കല്യാണത്തിന് പോയേക്കുവാ. എവിടെ? ട്രിവാൻഡ്രം. അളിയെന്താ പോകാൻ ട്രിവാൻഡ്രത്ത് കല്യാണം? ഞാൻ ഈ ദൂരെയൊന്നും കല്യാണത്തിന് പോകാറില്ല അളിയാ. ആ യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതാ. അതൊന്നുമല്ല, പിന്നെ അവിടുത്തെ സദ്യ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വിശക്കും. ഞാൻ ടൂറിസ്റ്റ് ബസ്സിലെ സ്പോഞ്ച് കടിച്ചു പറിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലാ കല്യാണത്തിനൊക്കെ പോകുന്നത്. അതാകുമ്പോ കേറി ഇറങ്ങിത്തില്ലല്ലോ. അതെ അതെ അതെ. അളിയിലിപ്പോ കല്യാണത്തിനൊന്നും പോകാറില്ലയോ? ഇല്ല, ഞാൻ ഈ കൈക്ക് സുഖമില്ല, അതുകൊണ്ട് പോകത്തില്ല. ശരിയായിട്ട് പോകുന്നുള്ളൂ ഞാൻ. കൈക്ക് എന്ത് പറ്റിയത്? അത് നമ്മളെ പുളിങ്കിയിലെ പ്രസാദിന്റെ മോടെ കല്യാണം ഇല്ലായിരുന്നു? കഴിഞ്ഞ നടന്നേ. അന്ന് ഞാൻ പോയായിരുന്നു. തൊട്ടപ്പുറത്തിരുന്നവന്റെ ഇലയിന്ന് പഴം എടുത്തെന്ന് പറഞ്ഞ് 2 ഡെസ്കിന്റെ ഇടയ്ക്ക് വെച്ച് ഞറക്കി കളഞ്ഞു. വല്ലവരും പഴം തപ്പാ ഇയാളുടെ സ്വന്തം പഴമില്ലായിരുന്നു, അത് തിന്നത്തില്ലായിരുന്നു ഇയാൾക്ക്. അല്ല, എനിക്ക് 2 പഴം വേണം. ഒന്ന് പ്രഥമന്റെ കൂടെ ഞെവടി അടിക്കാനും, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ നാരങ്ങയും പപ്പടവും പിടിച്ച് പഴവും ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ എല്ലാവരും അറിയണ്ടേ? 2 പഴം വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഈ പുറത്തോട്ടൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലയോ? ഞാൻ ഇറങ്ങത്തില്ല. എന്താ ഈ ഇറങ്ങി ഈ യാത്രാ സൗകര്യം നമ്മൾ ഈ മലമൂട്ടിലല്ലേ, നമ്മൾ ഒറ്റ വീടല്ല ഉള്ളൂ, ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്. ഇവിടെ ബസ് സൗകര്യമില്ല. അല്ലാതെ ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് ബസ്സില്ലെന്ന്. അങ്ങനെ വണ്ടമ്പേട്ടി വന്നു കഴിഞ്ഞപ്പോ ചെറുക്കൻ സ്കൂട്ടർ ഇടിച്ചിട്ട് പോന്നു. ഞാൻ കൈ കാണിച്ചിട്ട് ചെറുക്കൻ്റെ പറഞ്ഞു മനെ എന്നെ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാതെ പുറകെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. ഇല്ല, ഭയങ്കര ഒഫൻസ് അത്. പിന്നെ എന്താ അവരെന്നെ ഇവിടെ കൊണ്ടുവിട്ടു. അതെങ്ങനെ? അവിടെയാണ് എന്റെ ബ്രില്യൻസ് വർക്ക് ചെയ്തത്. എന്തുവാ സംഭവം? ഞാൻ അവിടുന്ന് ഒരു ചണം ചാക്ക് വാങ്ങി ചെറുക്കന്റെ കൊടുത്ത് പറഞ്ഞു എന്നെ ചാക്കി കെട്ടി പുറകെ വെച്ചിട്ട് കൊലയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ ഈ മേളിൽ കൊണ്ട് എന്നെ അയച്ചു വിട്ടു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. ആ ചാക്ക് കഴിക്കണ്ടായിരുന്നു. ഈ കൊല അവൻ വീട്ടിൽ കൊണ്ട് പഴുപ്പിച്ച് ഇരിച്ചങ്ങ് തിന്നേനെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ മഴ വരുന്നൊന്നും ഞാനേ മുറ്റത്തിന്റെ തുണി അലക്കിയിട്ടിട്ടുണ്ട്. ഉടുപ്പും മുണ്ടും ഒക്കെ അത് എടുത്തോണ്ട് വരട്ടെ. കൊച്ചെടുത്ത് എടുത്തില്ലയോ? എന്റെ ഉടുപ്പും മുണ്ടുവോ? അവൾ എന്റെ ഉടുപ്പും മുണ്ടും എടുത്തിട്ടാ പിന്നെ ഞാൻ എന്തോ എടുത്തിടും? അതല്ലേ അവിടുന്ന് കൊച്ചെടുത്ത് പെരക്കകത്ത് മടക്കിയെടുത്ത് വെക്കത്തില്ലെന്ന്. പറ്റത്തില്ല. എന്റെ സാധനം മറ്റൊരുത്തിനെ കൊണ്ട് ഞാൻ തൊടിയിക്കത്തില്ല. ഓ, ഭയങ്കര നിർബന്ധബുദ്ധിക്കാരനല്ലയോ? പിന്നെ നിർബന്ധം കണ്ടുപിടിച്ച് ഞാൻ കുഞ്ഞയ്യേ ചായ കുടിച്ചാട്ടെ. നല്ല മനുഷ്യൻ കേട്ടോ. ആണോ? നമ്മളൊന്നും കണ്ട പോലല്ല. ആ രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഉള്ളൂ, മനസ്സ് മൊത്തം ദുഷിപ്പാ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് അച്ചായിയോട് ഞാൻ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നല്ല, അനൂപേട്ടന്റെ പൈസ മൊത്തം എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരണമെന്ന് അച്ചായി പറയണമെന്ന്. എനിക്ക് നല്ല മനുഷ്യന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എന്റെ ഈ അനുവദിക്കുന്നില്ല, എന്റെ അഭിമാനം അനുവദിക്കുന്നില്ലെന്ന്. അച്ചായിക്ക് ഞാനാണോ വലുത് അത് അങ്ങനെയാണോ വലുത്? ആണോ?
ഇപ്പൊ ഞാനെങ്ങനെ ചോദിക്കണമെന്ന് പറയാൻ കേട്ടോ. നല്ല രീതിയിൽ സംസാരിച്ചാൽ ഒന്നും നോക്കത്തില്ല, നല്ലതായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കണം. ഉപദ്രവിക്കണോ? ഉപദ്രവിക്കണം, ഇറക്കി വിട്ടാലും വേണ്ടില്ല, നമ്മുടെ ആവശ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ ഉപദ്രവിക്കണം? ഉപദ്രവിക്കണം. വാങ്ങിച്ചപ്പോ ഈ ഡിസൈൻ ഇല്ലായിരുന്നല്ലോ. ആ കാക്കക്കാട്ടോ. അവനെ കുട്ടനല്ലയോ? മുണ്ടൊക്കെ ഉണങ്ങിയോ? മുണ്ടക്കായ മാത്രമല്ല, കേരളം മൊത്തം ഉണങ്ങി അമ്മാതിരി ചൂടല്ലയോ. അങ്ങനെ ചോദിച്ചേ, ഈ മുണ്ടൊക്കെ ഉണങ്ങിയോന്ന് ചോദിച്ചായിരുന്നു. അതുണങ്ങി. അല്ലയോ, ഈ വടി എന്തിനാ എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? ഈ വടിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടി. എന്റെ കൂടെ വരുവോ അവൻ? ഇത് പണിയിപ്പിച്ചാത്ത ഈ സാധനം? വടിയാന്നോ? അല്ല, ഈ നാക്ക് അല്ല ഇങ്ങനെ പറഞ്ഞു കയറ്റി വിടുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പാരമ്പര്യം. ഞാൻ ഈ പണ്ടൊക്കെ ആ. ഇങ്ങനെ വടി ഇങ്ങനെ കറക്കുമായിരുന്നു. അറിയാതാ അത് ശീലമില്ലാത്തോണ്ട്, എടുത്ത് പ്രയോഗിച്ച് ശീലമില്ലാത്തോണ്ട്. ഞാനേ അറിയാതൊക്കെ ഇതിൽ കറക്കുന്ന സമയത്തേ ഏ. ഇങ്ങനെ കൊള്ളും. അത് ഈ പരിചയമില്ലാത്തിരിക്കുന്ന കറക്കുമ്പോ കൊള്ളുന്ന സംഭവം. പുന്നമടക്കായല്ലേ വള്ളംകളിക്ക് വന്നിട്ടുണ്ടോ? അവിടുത്തെ ആദ്യത്തെ തോട ഞാനാ തുടങ്ങിയത്. അന്ന് തോറ്റായിരുന്നില്ലയോ? അതെന്താ? പൊള്ളിക്കാൻ അറിയത്തില്ലല്ലോ. കാലിയിൽ ഒരു ചവിട്ട് കൊടുക്കുക, എങ്ങനെയെങ്കിലും അക്രമാസക്തനാക്കിയിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കണം. അല്ലയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ? എന്താ പറയാനാളിയാ, ഇങ്ങനെ ഞാൻ പണിയും അതെ, എന്റെ അളിയ എന്തുവേലും പറയാനുണ്ടെങ്കിൽ പറ. വളച്ചു കുത്തി പറയാതെ അതിനുള്ള അവസരമായത്. ഇവിടെ ഇരുത്തിയിട്ട് പള്ളക്ക് വിട്ടു. ഇരിക്കണോ? കാര്യം ചോദിക്കും, അനുവേട്ടന്റെ കാര്യം ചോദിക്കും. ചെറുക്കനൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? വിളിക്കും. അവന് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വിളിക്കും. അവൻ എന്നെ എന്നും വിളിക്കും. എപ്പോഴും വിളിച്ചു. കസ്റ്റമർ കോൾ പോലും ഇങ്ങനെ അങ്ങനെ എനിക്ക് വരുന്നില്ല, അതുപോലെ വിളിച്ചത്. ഫോൺ ഞാൻ എന്താ കാണിച്ചത്? അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത്. എന്താ പരിപാടിയാ കാണിച്ചത്? അനുവേട്ടന്റെ നമ്പർ ഇതിന് അച്ഛയുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്തത്. എടീ, ആവശ്യമില്ലാത്ത പൈസയും സമയം കളയുന്ന എന്തിനടി? ആ സമയം കൊണ്ട് പണിയെടുക്കത്തില്ലയോ? ഉണ്ടോ? ഇത് നമ്മുടെ അനൂപിന്റെ നമ്പരല്ല, എല്ലാം ഞാൻ അനൂപ് ഇട്ട് വെച്ചേക്കുന്നത് പെണ്ണുമ്പിള്ള മകായിരിക്കാൻ വേണ്ടി. അളിയോ എന്തോ ഇത്രയും പ്രായമായാലും ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും മെനു കാർഡ് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആരും പറഞ്ഞോടിക്കാതെ. അത് പിന്നെ ഈ ചെറുക്കൻ അയച്ചു തരുന്ന പൈസ ഒക്കെ എന്ത് ചെയ്യുന്നു? അപ്പൊ ചെറുക്കൻ അയച്ചു തരുന്ന പൈസ എന്ത് ചെയ്യുന്നു അറിയണം. ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. എന്നാ പുറയിലൊരു മരം വീണ് കിടപ്പുണ്ട്, പോയി നീക്കിയിട, എന്നിട്ട് പൊക്കോ. അപ്പൊ ഒരു നീക്കുപോക്കായില്ലേ? എന്റെ പൊന്നച്ചാ, ഈ കാര്യം അങ്ങ് ഡയറക്റ്റ് ആയിട്ട് പറയാം അങ്ങോട്ട്. എന്റെ മകളെ ഇത്ര നാളും വളർത്തി ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് പഠിപ്പിച്ച് ഇവിടെ അയച്ചതിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളും ഈ കാര്യഗൗരവങ്ങളും എന്നെ അറിയിക്കുകയും തൽപ്രകാരം എന്നെ ഇവിടെ ക്ഷണിക്കപ്പെടുകയും ഞാനിവിടെ വരികയും ഈ പ്രശ്നത്തിന്റെ പേരിൽ അടുത്ത നിയമസഭയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു പറഞ്ഞുകൊണ്ട് വിളിക്കാം മീറ്റിംഗ്. എന്റെ മോളുടെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദനകൾ സർക്കാർ കാണണമെന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷന്റെ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കത്തില്ല എന്നുള്ള പേരിലും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളൊന്നും സംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കൃതജ്ഞത അർപ്പിക്കാൻ സ്വപ്ന മേഡത്തെ രണ്ടുപേരും നിർത്തിക്കോളെ. സമ്മേളനം കൂടുവന്നത് ആണോ? എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനും ഞാൻ അച്ചായി വിളിച്ചു വരുത്തിയത്. ഡയറക്റ്റ് ആയിട്ട് കാര്യം അങ്ങോട്ട് പറയാ അച്ചായി. അമ്മനെ കുട്ടിയല്ലയോ? എന്തോ നല്ല ലക്ഷം കളിയാ. ഇനി പൈസ അയക്കുമ്പോ കൊച്ചിന്റെ പേരിൽ അയക്കാൻ പറയണം, നിങ്ങളുടെ പേരിൽ അയക്കരുത്. അതാ. അയ്യോ, അത് പറ്റത്തില്ല. എന്താ? പക്വതയില്ലെന്ന് വെക്ക്. അതെങ്ങനെ പിന്നെ അയച്ചു കൊടുക്കും ഞാൻ? ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ പെണ്ണ എന്റെ കുഞ്ഞാ നോക്കേണ്ടതല്ല, അല്ല ഇയാളല്ല നോക്കേണ്ടത്. എന്റെ പൊന്ന് നല്ല ലക്ഷണിയെ പറ്റത്തില്ല. പൈസ അവക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവനോട് പറയാം പകുതി പൈസ നല്ല ലക്ഷണിന് അയച്ചു തരാൻ. പറ്റത്തില്ല. അത് പറ്റാതെ എനിക്ക് പൈസ കിട്ടിക്കാൻ നിനക്ക് എന്താ പൊളിക്കൂ? അത് കൊള്ളാവില്ലോ അച്ചായി, അത് കൊള്ളാവില്ലോ. എന്റെ പേര് അയക്കാൻ പറയാ അച്ചായി, അതിനല്ലേ വിളിച്ചത്. എന്റെ പേര് പൈസ അയച്ചാൽ നാളെയും പറഞ്ഞല്ലോ, അതൊക്കെ സംഭവിച്ചത്. അങ്ങനെയാണ്. ഓക്കെ, അളിയന്റെ പേര് പൈസ അയച്ചാൽ ഇവൾ ചെലവാക്കാൻ അറിയത്തില്ലെന്ന് ഊർത്താന്ന് ഇവള്. ഓഹോ, അച്ഛനും അമ്മയച്ഛനും അങ്ങ് ഒരുമിച്ചായി. എനിക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും പെരടും എല്ലാം നിർത്തി കത്തിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. ഈ ബന്ധം ഞാൻ വേടാൻ നോക്കും. ഞാൻ പറഞ്ഞേക്കാം. നീ അങ്ങനെ വീട്ടോട് വരാന്ന് ഒരു കാര്യം കൂടെ ചെയ്യണം. എന്തുവാ? നിന്നെ വളർത്തി എന്നെ പഠിപ്പിച്ച് എന്നെ കല്യാണത്തിന് ചെലവ് കണക്ക് തീർത്ത് എനിക്ക് തന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാ മതി. അല്ല കളിയോ പറയൂ അമ്പലം കുട്ടനല്ലയാ. അളിയൻ ഇപ്പൊ പറഞ്ഞ അതേ ഐഡിയയാണ് ഞാൻ എന്റെ മോന്റെ അടുത്ത് കാണിക്കുന്നത്. എനിക്ക് ചെലവായ മൊത്തം പൈസയും തരാതെ 5 പൈസ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. അങ്ങനെ വേണം. കണ്ടോ സ്വന്തം മക്കളെ വളർത്തിയതിന്റെയും കണക്ക് പറയുന്ന 2 തന്തമാര്. ഇപ്പൊ ഞങ്ങള് കണക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഒരു കിടപ്പിലാകുമ്പോ ഞങ്ങളുടെ കാര്യം കണക്കാ മോള്. അച്ചായി കുച്ചായി നല്ല കിടില സ്കിറ്റ്, ഒരു നല്ല ഗൈഡ് വരട്ടെ. വിച്ചുകൊണ്ട ചേട്ടാ, മനോജേ, അജേഷ്, സുമി,
നന്നായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സ്കിറ്റായിരുന്നു. ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞോട്ട് നല്ല കേൾക്കാത്ത തമാശകൾ ഉണ്ടായിരുന്നു കുറേ. എനിക്കിവിടെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. കാരണം ഇപ്പൊക്കെ അമ്മ അച്ഛനൊക്കെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ ക്ലൈമാക്സിൽ കാണിച്ചത്. കാരണം എല്ലാ മക്കൾക്കും എല്ലാം എഴുതി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ചിലപ്പോൾ നമ്മൾ എല്ലാവർക്കും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതൊരു നല്ല മെസ്സേജാണ്. പിന്നെ ഞാൻ കരുതിയത് അജേഷ് അതേപോലെ തന്നെയാണ് പ്രകടനം. ഒറാങ്കോട്ടം വന്നില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും എന്ന് കരുതി. പക്ഷെ അത് അത്രയും മതിയായിരുന്നു. പിന്നെ അത് ഓവറായി പോകും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഇവിടെ വന്നിരുന്നുള്ള സംഭവങ്ങൾ. പിന്നെ മനോജിൻ്റെ വരവ് നല്ല ഗംഭീര വരവായിരുന്നു കേട്ടോ. അതാ മറ്റേ ഇതുമ്മ പിടിച്ചൊക്കെ വലിക്കണ സാധനങ്ങളും അവസാനം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, കാരണം ഇവർ തമ്മിൽ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആദ്യം എടുത്തിടണ്ടേ, അത് മനോഹരമായിട്ടുണ്ട് കേട്ടോ. കുറേ തമാശകളുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഉൾപ്പെടെ നല്ല ഗ്രാൻഡ് സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഉഗ്ര സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ഈ പറയുന്നത് പോലെ എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. നല്ല തമാശകളും കാര്യങ്ങളും. ഫസ്റ്റ് നിസാറിൻ്റെ കോമഡി മുതൽ ചീത്ത പറയണം. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ആരും കാലുമേ കറിയിട്ട് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ ആരും ഫേസ് പാക്ക് എടുത്ത് ഉഗ്രനായിരുന്നു. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് നല്ല നല്ല തമാശകളുണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ അസലായിരുന്നു. അങ്ങോട്ട് മനോജ് വന്ന് കയറി ആസ് യൂഷ്വൽ മനോജ് അടിപൊളിയായിരുന്നു. മനോജിൻ്റെ ബോഡി ലാംഗ്വേജും മാനറിസങ്ങളും എസ്പെഷ്യലി നമ്മുടെ ക്ലൈമാക്സ് നന്നായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ മക്കൾ ചോദിച്ച ഉടനെ എല്ലാം വാങ്ങിക്കൊടുക്കരുത്, അവർ പൈസയുടെ വില അറിഞ്ഞ് വളർത്തണം, എല്ലാത്തിൻ്റെയും മൂല്യങ്ങൾ അറിഞ്ഞ് വളർത്തണം. അവർക്ക് മാക്സിമം നമ്മൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല പെരുമാറ്റം, ഇതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. നല്ലൊരു മെസ്സേജുള്ള ഒരു സ്കിറ്റ് കൂടെ ആയിരുന്നു. ആസ് യൂഷ്വൽ നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ എനിക്ക് സുമിയുടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നമ്മുടെ കൊച്ചിൻ ഡെൻ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞൊരു ഡെൻ്റൽ ക്ലിനിക്കുണ്ട് കൊച്ചിയിൽ. അപ്പം ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അവിടെയാണ്, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവിടെ. അപ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ പ്രോഗ്രാമിൻ്റെ വലിയ ഫാൻസാണ്. അപ്പോൾ അവിടെ സുമിയുടെ ഒരു കടുത്ത ആരാധികയുണ്ട്, ഗീതു എന്നാണ് പേര്. അപ്പൊ ഗീതുവിന് സുമി ഒരു ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വേദി, എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ നമ്മളാണ് ഹായ് പറയാറുള്ളത്. അല്ലൊന്നുമില്ല, ഹായ് ഗീതു എന്ന് പറഞ്ഞാൽ മതി. ഗീതു ഹാപ്പി ആണല്ലോ. അപ്പൊ നമ്മുടെ എല്ലാ സ്റ്റാഫിന്റെയും സ്നേഹവും അന്വേഷണങ്ങളും എല്ലാം നമ്മുടെ എല്ലാ ക്രൂവിനെയും ഞാൻ അറിയിച്ചിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ളൊരു ഫാൻസ് ആണ് അവർ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ വേദിയിൽ തന്നെ പറയാം എന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും ഗംഭീരമായിരുന്നു. ഇതുപോലുള്ള ഗംഭീര പൊട്ടിച്ചെരുകളുമായിട്ട് ഇനിയും പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല ക്ലാസ് ആയിട്ടുള്ളൊരു സ്കിറ്റായിരുന്നു. ഞാനിത് സ്കിറ്റായിട്ട് കണ്ടില്ല. കാര്യം നമ്മൾ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ഇഷ്യൂസായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാര്യം കോമഡിക്ക് വേണ്ടി ചെയ്താണെങ്കിൽ നമ്മളൊരു കുടുംബത്തിലേക്ക് ചെന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരുപാട് പൊട്ടിച്ചിരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പൊട്ടിച്ചിരിയില്ല. പക്ഷേ ഉള്ളത് ചിരിച്ച മുഖത്തോടു കൂടി തുടക്കം മുതൽ അവസാനം വരെ ഇരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അത് നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു മികവാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് സാധനങ്ങൾ നമുക്കിരുന്ന് കുടുംബമായിട്ടിരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്ന ക്ലാസ് സാധനങ്ങളും നല്ല ചിരികളുമായി അടുത്ത പ്രാവശ്യം വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോൾ ഷാജുനോടെ കയ്യോടെ ഞാൻ ഇവർക്കൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ നസീർക്ക. ഞാൻ 1000 രൂപ കൂടെ കൂട്ടി 16,000 രൂപ കൊടുക്കും. ടോട്ടൽ 31,000 രൂപയായിട്ടുണ്ട്. വിളിച്ചുകൊണ്ട ചേട്ടാ, സുമിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ദൂർത്ത അത് ഞാൻ ഇവർക്ക് വേണ്ടി കത്തിച്ചുവിടാം. അവിടെ ടോട്ടൽ 60,000 രൂപ. അടിപൊളി. താങ്ക് യു അല്ലേ. ആ ജീവനെ പോലെ കാണിക്കാൻ നോക്കിയാ ജീവൻ പോയനെ. റോളിംഗ് ആക്ഷൻ. മാന്യ പ്രേക്ഷകർക്ക് മിന്നൽ ടിവിയുടെ ഇടിവെട്ട് ഫാമിലി എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇടിവെട്ട് ഫാമിലിയിൽ വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് 10 ലക്ഷം രൂപയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. 10 ലക്ഷം നമുക്ക് സമ്മാനമായിട്ട് നൽകുന്നത് ഈ പരിപാടിക്ക് 10 ലക്ഷം കിട്ടാറുണ്ട്. ഇന്ന് നമ്മളിവിടെ കുടുംബസമേതം ഒരു ഫാമിലി ക്ഷണിച്ചിരിക്കുകയാണ്. റീൽസ് ചെയ്ത് വൈറലായ സാവിത്രി ചേച്ചിയും അദ്ദേഹത്തിന്റെ ഭർത്താവ് പാചകത്തിലൂടെ വൈറലായ മണവാളൻ ചേട്ടനും. വെൽക്കം ടു ഇടിവെട്ട് ഫാമിലി. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ടേക്ക് യുവർ സീറ്റ്. ചേട്ടാ ഇരിക്ക്. നീരി ചേട്ടാ ഇരിക്ക്. നീരി ചേട്ടാ ഇരിക്ക്. നീരി. അല്ല, ആരെങ്കിലും ഇരിക്കും, രണ്ടെങ്കിലും ഇരിക്കും. അല്ല, ഇതെന്താ, ഞാൻ ആദ്യം ഇരുന്ന ചേട്ടൻ ഈഗോ അടിക്കും, ചേട്ടൻ ആദ്യം ഇരുന്ന ഞാൻ ഈഗോ അടിക്കും. ഈഗോ അല്ല, ഇവിടെ തന്നെ അടിക്കും, അതാ പ്രശ്നം. അല്ല, ഇപ്പൊ രണ്ടുപേരും കൂടെ ഇരിക്കാതെ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കൂടെ റെഡി 1 2
അപ്പൊ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇടിവെട്ട് ഫാമിലി. ഇരിക്കില്ലേ? ഞാനോ? ഇല്ല, ഞാനാണ് ഇതിന്റെ ഇത് ഇരിക്കുന്നു. ചുമ്മാ കാല് കഴിച്ചു ഷോ എന്ന് വിളിച്ചാൽ അവള് നല്ല തെറി വിളിച്ച് പറയുന്നു. അവളെ വിളിച്ചല്ലെന്ന്, ഞാൻ ഷോയുടെ ആങ്കറാണ്. ഇന്ന് വേണം എല്ലാം ചെയ്യാൻ. ആ പുള്ളി നിന്ന് ചെയ്തോളും. ചേട്ടൻ അവിടെ ഇരിക്കും. പ്രിയമുള്ളവരെ, പ്രേക്ഷകരെ, നമ്മൾ ഇടിവെട്ട് ഫാമിലിയുടെ ഈ ഷോയുടെ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന മണവാളൻ ചേട്ടനും സാവിത്രി ചേച്ചിക്കും നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. 10 ലക്ഷം രൂപ. അത് വിട്ടുപോയ രണ്ട് ടാസ്ക് ആണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത്. ആ ടാസ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് സമ്മാനം കേട്ടോ. നമ്മൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചേച്ചി റീൽസ് ചെയ്താണ്. അപ്പൊ റീൽസിന്റെ വിശേഷങ്ങളാണ്. റീൽസിന്റെ വിശേഷം എന്ന് വെച്ചാൽ ആരെങ്കിലും എടുത്തു വെച്ച് കയറ്റി വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ എടുത്തു വെക്കുക, അതിന്റെ ലിപ്പ് അങ്ങോട്ട് അനക്കുക. 4 മില്യൺ 5 മില്യൺ ഒക്കെ വ്യൂവേഴ്സ് നമുക്ക് ഇങ്ങനെ വരും. അങ്ങനെയാണല്ലേ? ആരെങ്കിലും വെച്ചിട്ടാക്കി വെച്ചേക്കുന്ന സാധനം നമ്മൾ എടുത്ത് കഴിക്കുന്നു, അത് നമുക്ക് വൈറലാകുന്നു. അത്രേ ഉള്ളൂ റീൽസ്. അപ്പൊ ഈ ചേട്ടൻ ഈ പാചകത്തിലൂടെയാണല്ലോ വൈറലായത്, ഈ കുക്കറി ഷോ ചെയ്തിട്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഈ കുക്കറി ഷോയുടെ? എനിക്ക് ഈ പുക്കിളിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. പിക്കിളിന്റെ കച്ചവടം എന്ന് വെച്ചാ ഈ അച്ചാറ്. അച്ചാറാണ് ചേട്ടൻ? ഞാൻ മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, വടുകപ്പുളിയൻ. വടുകപ്പുളിയൻ നല്ല. ഞാൻ ഈ വടുകപ്പുളിയുടെ ഒരു ആരാധകനാണ്. പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് ഇച്ചിരി വടുകപ്പുളി അച്ചാർ തരണം. എന്റെ പൊന്നുകുഞ്ഞെ, നീ ആ വടുകപ്പുളി ഒന്നും തിന്നല്ലേ. അത് തിന്നു കഴിഞ്ഞാൽ നിന്റെ ഉച്ചയിരിക്കുന്ന പേൻ വരെ ഇറങ്ങി ഓടിക്കളയും. അത്രയ്ക്ക് പുളിയായിന്. അത് മാത്രമല്ല, എനിക്ക് ബക്കറ്റ് ചിക്കന്റെ പരിപാടി ഉണ്ട്. ഈ കൊറോണ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. പ്രേക്ഷകരെ, ഈ മണവാളൻ ചേട്ടന് ബക്കറ്റ് ചിക്കന്റെ പരിപാടി ഉണ്ട്. എങ്ങനെയാണ് ഈ ബക്കറ്റ് ചിക്കന്റെ വിശേഷങ്ങൾ? ബക്കറ്റ് ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ കഴിച്ചവരൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇടയ്ക്ക് പ്ലാസ്റ്റിക്കിന്റെ ചോ വരുമെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കുഴഞ്ഞു കൂടി ഇങ്ങനെ ഉരുകി പിടിക്കൂല. അതിന്റെ ചെറിയ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരോടൊന്ന് വെട്ടി മാറ്റി അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പ്ലാസ്റ്റിക് ബക്കറ്റ് ചിക്കൻ. എന്തായാലും നിങ്ങൾ വൈറലായല്ലോ. അതുകൊണ്ടാണ് 10 ലക്ഷം രൂപയാണ് കേട്ടോ സമ്മാനം. 2 ടാസ്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ള വിശേഷങ്ങളാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് കുടുംബജീവിതം? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയത്? ഞാൻ ഈ അച്ചാർ കച്ചവടം ഉണ്ടല്ലോ, ഈ അച്ചാർ കച്ചവടമായിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ വീട്ടിൽ ചെന്നപ്പോ ഇവിടെ മുറ്റത്ത് നിന്ന് റീൽസ് ചെയ്യുവേ. എന്റെ കയ്യിൽ നിന്ന് അച്ചാർ മേടിച്ച പൈസ തന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഈ പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി. പിന്നെ അവളത് മൊബൈലിലെടുത്ത് അത് വൈറലാക്കി. അങ്ങനെ വൈറലായി അങ്ങനെയാണ് ഞങ്ങൾ. ചേട്ടൻ എപ്പോ വീട്ടിൽ വന്നാലും ഞാനപ്പോ അത് മൊബൈലിൽ എടുക്കും, ഞങ്ങളങ്ങ് വൈറലാവും. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാ വൈറലാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എന്റെ റീൽസ് പാർട്ണർ ആവാന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നെ ലൈഫ് പാർട്ണർ ആവോന്ന്. അങ്ങനെ റീൽസ് പാർട്ണർ ലൈഫ് പാർട്ണറായി ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷം. പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത്, നിങ്ങൾ ഈ വിവാഹം കഴിച്ച് നമ്മളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. ആണല്ലോ, ഈ യാത്രകൾ ചെയ്തിട്ട് അതിൽ രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാൻ നമുക്ക്. മറ്റേ പറയട്ടെ, മടിയിലോട്ടങ്ങ് ഇൻട്രസ്റ്റ്. അതങ്ങനെയാണല്ലോ. അതെന്താ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാണ്. പറയുക എന്താണ് രസകരമായ ഒരു അനുഭവങ്ങൾ? അത് വേറൊന്നല്ല, കിടക്കുവാണോ? ഞങ്ങള് ഹണിമൂണിനെ ഊട്ടിക്ക് പോയൊരു കഥയുണ്ടായിരുന്നു. പറയട്ടെ. എന്താന്നറിയാം? അയ്യോ, എന്നാ നീ അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഹണിമൂണിന് നീ ഹണിമൂണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടിട്ടേ ഞങ്ങൾ ട്രെയിനിലാ പോയി. നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 5-6 ഗുഹയുണ്ടല്ലോ, ഗുഹയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ എനിക്കത് ഓർമ്മ. ആദ്യത്തെ ഗുഹയിലോട്ട് അങ്ങോട്ട് എത്തുവേ, ഈ ചേട്ടനുണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളേ. ചേട്ടനാണെങ്കിൽ എന്നെ ഇറുക്കി പിടിച്ചോട്ടോ ഒറ്റ ഉമ്മ. എന്നിട്ട് ഇത് കേക്ക്. പിന്നെ ഒരു 10-12 ഗുഹയുണ്ടായിരുന്നേ. ഈ 12 ഗുഹ എത്തുമ്പോഴും ഈ ചേട്ടനെ ഇറുക്കി പിടിച്ച് ഉമ്മ വെക്കുക. രസകരമായ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചോണ്ടിരിക്കുന്നത്. ആങ്കർ കേക്കണേ. എന്റെ ലൈഫില് ഇതുപോലൊരു ഉമ്മ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുപോലത്തെ ഉമ്മയായിരുന്നു. ഒരു മിനിറ്റ് എന്നാ പറഞ്ഞടി? ഓരോ ഗുഹയിലെത്തുമ്പോഴും ചേട്ടൻ എന്നെ ഇറുക്കി പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു. എന്റെ സാറെ, ട്രെയിനിൽ കയറിയ എനിക്ക് പേടിയാ. പിന്നെ ഗുഹ ഇരുട്ടെന്ന് പറഞ്ഞാൽ അതിലും പേടിയാ. ഞാൻ കണ്ണടച്ചിരിക്കുവേ. വേറെ ആരാണ്ട് ഉമ്മ വെച്ചേന് നീ എന്റെ തല വെച്ച് കെട്ടലോടി. അപ്പൊ ആരാണ്ട് എന്നെ ഉമ്മ വെക്കുന്നത് നിങ്ങൾ നോക്കിയിരുന്നല്ലേ? ഞാൻ മേടിക്കോ, പൈസ മേടിക്കോ. നിങ്ങളത് പറഞ്ഞില്ലല്ലോ. എപ്പോഴാണ്
എവിടെയാണത്? ഗുഹയ്ക്കകത്ത് വെച്ച് ഉമ്മ വെച്ച്. ഗുഹയ്ക്കകത്തോ? അയ്യോ നിർത്ത് നിർത്ത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണേ. അപ്പൊ നീയാണോ ഉമ്മ വെച്ചേ? നീയാണോ ഉമ്മ വെച്ചേ? ഞാനല്ലത്. പിന്നെ നിനക്ക് അബദ്ധം പറ്റിയെന്ന് ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ദൂരം പോയി. അല്ല അത് പോട്ടെ നമുക്ക്. അത് വലിയ ഓട്ടമൊന്നുമല്ല, എനിക്കത് മനസ്സിൽ കൊള്ളത്തില്ല. നിന്ന് പോയാലെന്നേ. അത് കൊള്ളത്തില്ലായിരുന്നു. മനസ്സിൽ നിന്ന് പോകത്തില്ല അത്. അത് വിട്ടുകളാ. അത് വിട്ടുകള. എന്തിനാണ് ആവശ്യമില്ലാത്ത? അതപ്പോ ഇനി അടുത്തായിട്ട് 2 ടാസ്ക് ആണ് നമുക്കുള്ളത് കേട്ടോ. ഒന്നുമില്ല. ഹലോ, ടാസ്ക് ആരംഭിക്കാം. 10 ലക്ഷം രൂപ പ്രൈസ് മണി. 10 ലക്ഷം രൂപ. മൂടേ ഉള്ളൂ. അങ്ങനെ മൂടൊന്നും പോയിട്ടില്ല. അത് ആരോ ചെയ്ത തെറ്റു. അതിനിപ്പോ എന്താ? 10 ലക്ഷം രൂപ പറ. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടാസ്ക് ആണ് ഇവിടെ ഉള്ളത്. തിരിഞ്ഞും മറിഞ്ഞും. ചേട്ടാ അങ്ങനെയല്ല, അങ്ങനെയല്ല. അങ്ങനെ ഇങ്ങനെയായിരിക്കും. എടാ, ഏത്തരം കാണിക്കുന്ന പരിധിയില്ല. അതല്ല പിന്നെ ഇരിക്കെ ക്യാരക്ടർ നമ്മൾ മാറണം. മനസ്സിലായോ? ക്യാരക്ടർ മാറണം. നിങ്ങള് ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങള് ഭാര്യയാകണം, ഇത് ഭർത്താവാകണം. അതാണ് നമ്മുടെ game. അയ്യോ മീശ എങ്ങനെ വെക്കും? അല്ല, മീശ വെക്കണ്ട. മീശ വേണ്ട. നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ ദിനചര്യ ചെയ്യുമല്ലോ. ഇപ്പൊ രാവിലെ ഉദാഹരണത്തിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ദിനചര്യകൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചേച്ചി ചായ കൊണ്ട് കൊടുക്കൂല്ലോ. അത് നമ്മൾ തിരിച്ചു ചെയ്യണം. ഓക്കെ. നിങ്ങളാണും പെണ്ണും. അത് ശരി, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ടാസ്ക് ഭയങ്കര ഇതാണ്. 10 ലക്ഷം രൂപയല്ലേ? 10 ലക്ഷം രൂപയാണ് ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ. ശരി, പ്രശ്നമില്ല. നമ്മുടെ ടാസ്ക് ആരംഭിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഓ, ഇന്നത്തെ പത്രത്തിൽ വലിയ ന്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇത് സാവിത്രി 1 2 3 ഒന്നും പറയണ്ട. നേരെ അങ്ങ് ചെന്നു. പണ്ടൂത്രേ അല്ലേ, സാവിത്രി എന്ന് വിളിച്ചാ. സാവിത്രി വിളിച്ചോ? ആ ശരി ശരി. സാവിത്രി ചായ ഉണ്ടോ നോടി? മധുരമില്ലാത്ത ചായ കൊണ്ടുവരുന്നേ. നിനക്കറിയത്തില്ല എനിക്ക് മധുരം വേണമെന്ന്. ചേട്ടന് ഷുഗർ അല്ലേ? ചേട്ടന് ഷുഗർ വന്ന് നീ തീരുമാനിച്ചപ്പോ ചേട്ടന് ഷുഗർ വന്ന് നീ തീരുമാനിക്കുന്നത്. വേനെടുത്തോട്ടോ. എന്തോ അല്ല അല്ല അല്ല. എനിക്ക് ഒന്നാമത് മനസ്സിൽ കിടക്കുക മറ്റേ സംഭവം. ഗുഹയിലേക്ക് പോകണ്ട പ്ലീസ്. ഗുഹയിലേക്ക് പോകണ്ട. ഒന്നാമത്തെ ടാസ്ക് ഏകദേശം നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഫൈനലിൽ നമുക്ക് മാർക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പുതുമയൊന്നും ഇല്ലായിരുന്നു. പുതുമയില്ലായിരുന്നു. രണ്ടാമത്തെ ടാസ്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇങ്ങനെ തന്നെ. ശബ്ദം മാറ്റിയെന്നുള്ളൂ ഇവിടെ. ആണോ? ചേട്ടൻ എന്നും എനിക്ക് ബെഡ് കോഫി കൊണ്ട് തരുന്നേ. ഇങ്ങനെ തന്നെയാണല്ലേ വീട്ടില്. എന്തായാലും നമുക്ക് ഇനി അടുത്ത പുതുമയുള്ളത് ഇതാ. പുതുമയുള്ളത് അടുത്ത നമുക്ക് പാത്ര സൃഷ്ടിയാണ്. പാത്ര സൃഷ്ടി. പാത്രമാകണം. നീ അണ്ടാവും, ഞാൻ കിണ്ടിയാവും. അങ്ങനെയാണോ? അതാണോ? അങ്ങനെയാണോ ഞാൻ പറയണേ? പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മളൊരു കഥാപാത്രമാണ്. ഇപ്പൊ നിങ്ങളൊരു ക്യാരക്ടർ ആയില്ലേ? ഭാര്യ ഭർത്താവാകുന്നു, ഭർത്താവ് ഭാര്യ. അതുപോലെ തിരിച്ച് നമ്മൾ വേറൊരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നമ്മള് 3 വർഷം. 3 വർഷം. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് വരികയാണ്. വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ ഒരു ഡയലോഗ് പറയുന്നു, ഭാര്യ അതിന് മറുപടി പറയുന്നു. ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സിന്ദൂരം ചാർത്തി ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഡയലോഗ് ഞാൻ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ആദ്യം ചെല്ലണമല്ലോ. അപ്പൊ സിന്ദൂരം സിന്ദൂരില്ലേ? ഇല്ല. അയ്യോ അത് പറഞ്ഞില്ലല്ലോ. അത് സിന്ദൂരം കൊണ്ടുവന്ന് പറഞ്ഞു. സിന്ദൂരം എന്ത്? അല്ല, ആക്ഷൻ കാണിച്ചാൽ മതി. അല്ല വേണ്ട, ഞാൻ അതിൽ കത്തിയുണ്ട്. ഞാൻ ഈ പാചകക്കാരനെ കൈ മുറിച്ചിട്ട് ഞാൻ തൊട്ടാ അതൊന്നും വേണ്ട. അല്ല അത് ചെയ്യാം. കാരണം 10 ലക്ഷം രൂപ കിട്ടണമല്ലോ, ഞാൻ ചെയ്തോളാം. അല്ല, ടാസ്ക് നമ്മൾ എത്രയ്ക്കും റിസ്ക് എടുക്കുന്നു അത്രയ്ക്കും നമുക്ക് പൈസ കിട്ടും. അതിനല്ല, എന്നാൽ അത് റിസ്ക് ആണ്. വേണ്ട ചേട്ടൻ മുറിക്കണം. എനിക്ക് ചോര കൊണ്ട് വെപ്രാളം വരും. നീ ഇങ്ങോട്ട് നോക്കാതിരുന്നാ മതി, ഞങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. ടാസ്ക് ആരംഭിക്കാം. 2 ഡയലോഗ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയും. നിങ്ങൾ പ്രിയ എന്റെ ജീവിതത്തിൽ നിന്നെ ഭാര്യയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ. ചേട്ടൻ പ്രിയ നിന്നെ എന്റെ ഭാര്യയായിട്ട് ചേട്ടൻ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയേ നിന്നെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഡയലോഗ്, ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നിസാര സംഭവല്ലേ ഈ പറഞ്ഞു കഴിയുമ്പോ തന്നെ ചേട്ടൻ ആ ഡയലോഗ് കഴിയുമ്പോഴല്ലേ? പെട്ടെന്നാട്ടെ കേട്ടോ. പേടിയാ. ഞാൻ മുറിക്കുമ്പോ ഇങ്ങോട്ട് മുറിച്ചിട്ട് തിരിഞ്ഞു നിന്ന് മുറിച്ചു. എനിക്ക് പേടിയാ. അതാ തിരിഞ്ഞു നിന്ന് മുറിക്കും. അപ്പൊ ആക്ഷൻ പെട്ടെന്നാട്ടെ. പ്രിയേ എങ്ങനെയാ? പ്രിയ എന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. മുറിച്ചോ. പറ ഡയലോഗ്. പുള്ളി വരുമ്പോഴേ ഞാൻ പറഞ്ഞോളാരോ. പറ ചോര വന്നു. പറയടി. ചോര ഉത്കൃഷ്ടമായ ചോര പോകണം. അതൊന്ന് പറഞ്ഞേ. ഉത്കൃഷ്ടമായ ആത്മഹർഷ ചോര വരുന്ന ഉത്കൃഷ്ടമായ. ടൈം ഔട്ട്.
ആ ഗെയിം ഇനി നടക്കൂല. എന്ത് കോപ്പാടി നീ കാണാപ്പാടം പിടിച്ചിട്ട് ഈ ചോരം പെട്ടെന്ന് അല്ല മാഡം തെറ്റിക്കൊന്നും പറഞ്ഞില്ല, മാഡം കൃത്യമായിട്ട് പറയുന്നു. എനിക്കറിയാം. നോക്കിക്കോളൂ. ഞാൻ ഓക്കെ ആണോ? ഓക്കെ. അല്ല ഇനിയിപ്പം ഈ ചോര തന്നെ മതി, കുഴപ്പമില്ല. ഇനി ആ ചോര പറ്റി ഞാൻ കുടിച്ചു തീർത്തില്ലേ, ഇനി ഉണ്ടാവില്ലല്ലോ. അത് ഉണ്ടാവില്ല ഇനി. ഇനിയിപ്പോ എന്താ ചെയ്യും? അല്ല 10 ലക്ഷം രൂപ ടാസ്ക് നടക്കും. നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് പൈസ ഇങ്ങനെ വന്ന് ചേരുകയാണ് കേട്ടോ. ഞാൻ എന്നൊരു കാര്യം ചെയ്താലോ, ടാസ്ക് അല്ലേ, ഞരമ്പങ്ങ് കുറിച്ചാലോ. അല്ലെന്ന് 10 ലക്ഷം രൂപ കിട്ടണല്ലേ. 10 ലക്ഷം രൂപ സമ്മാനം ഡയലോഗ് പറയുന്ന അപ്പൊ തന്നെ ഞാൻ തോർത്തിട്ട് ഇവിടെ കിട്ടുന്നു. നേരെ ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഞരമ്പൊന്ന് കൂട്ടി കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ഒരു മിനിറ്റ്. ഉത്കൃഷ്ടം കഴിഞ്ഞെന്ത് വരുന്നു? ആത്മഹർഷം. തെറ്റിക്കത്തില്ല. പ്രിയേ, എന്തോ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെ ഓക്കെ. മാറിയെന്ന് മുറിക്ക്. എനിക്ക് പേടിക്കാൻ മാറിയെന്ന് മുറിക്ക്. എടി വേഗം പറയണം കേട്ടോ, ഇത് ചോര പറഞ്ഞു കേട്ടോ. അയ്യോ എടി ചോര പോയി, ഞാൻ ചാവുന്നു. ഇവളെന്തോ ഈ കാണികൃഷ്ടമായ ഉത്കൃഷ്ടമായ ആത്മകൃഷ്ടത്തോടെ എന്റെ അമ്മേ. എന്റെ ഭർത്താവ് ചോർന്ന വാർത്ത തീർന്നടാ. നീ എന്ത് പരിപാടിയോ കാണിച്ചേ? നീ ഇവിടെ എന്ത് പരിപാടിയോ കാണിച്ചേ? പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട്. വായിക്കൊള്ളാത്ത ഡയലോഗ് എടുത്ത് വെച്ചിട്ടാണോ മനുഷ്യനെ പറ്റിക്കുന്നത്? എഴുതി വെച്ചേക്കുന്ന നിന്റെ സാധനങ്ങൾ നിന്നെ കൊല്ലുന്നിന്റെ ഇടിവെട്ട് ഫാമിലി കൊന്നുകളെന്തിനെ? അവന്റെ ഒരു വന്ന ഡയലോഗ് ഉത്കൃഷ്ടമായ ആത്മകർഷത്തോടെ നിന്നെ പ്രസ്തുത വധുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് എത്ര വലിയ കാര്യം. ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം അടുത്തൊരു സ്കിറ്റ് റെഡി. ഓൾറെഡി ബിഷേട്ടനുണ്ട്, സതീഷ് ഉണ്ട്, അതേപോലെ ദീപ്തി ഉണ്ട്. വെൽക്കം. വേറെ കരയും കടന്നങ്ങ് കരയും കടന്നങ്ങ് തിരയില്ല കടലുണ്ട് ഇവിടെ കിടന്ന ഫ്രാൻസിസിന്റെ വലിയ വള്ളം എവിടെ? അത് മീൻ പിടിക്കാൻ പോയാ? അയ്യോ, ഇവിടെ കിടന്ന ജോർജിന്റെ വലിയ വള്ളം എവിടെ? അത് മീൻ പിടിക്കാൻ പോയാ? ഞാൻ 6 മണിക്ക് ഇവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പേ അവന്മാർ 2 വലിയ വള്ളം എടുത്തോണ്ട് അങ്ങ് പൊക്കളഞ്ഞ്. വലിയ 2 വള്ളം ഇല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യും? എന്റെ കാര്യം മൊത്തം അവതാളത്തിലായി. ഇനിയിപ്പോ ചെറിയ വള്ളത്തിന്റെ ബാക്കിൽ സൈഡ് പറ്റിയിരിക്കല്ലേ. എന്തൊക്കെ വികസനം വന്നെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? ഒരു ചെറിയ മുറിവീടിയും വലിച്ച് കടപ്പുറത്ത് കാറ്റും കൊണ്ടിരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ബുർജ് ഖലീഫയിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നാ പോലും കിട്ടൂല. എന്റെ അമ്മ സത്യം. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ അയ്യോ എന്റെ സുരേന്ദ്രൻ ഞണ്ടെ അളിയാ, നിന്നടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ടാർഗറ്റ് ചെയ്ത് വന്ന് എന്തിനാണ് നീ ആക്രമിക്കണത്? നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ മേരി പെണ്ണിങ്ങോട്ടൊന്ന് വരട്ടാ, നീ അവളെ ചട്ടി കിടന്ന് പെടയ്ക്കും, പെടയ്ക്കും. കണ്ടു കണ്ടു കടല് കണ്ടിട്ട് എത്ര നാളായി, ഏലോ ഏലോ ഏലയോ. എവിടെ പോവാൻ വേണ്ടി ചെന്നിരുന്നപ്പോഴല്ലേ ഞണ്ട് കടിച്ചത്? പണിക്ക് പോയില്ലേ ഇന്നും? ഞണ്ട് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന എടുക്കൂലേ? വേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുറിവില് ഉപ്പ് വെള്ളം വീണ് കഴിഞ്ഞാൽ നീറൂലേ? പിന്നെ അങ്ങനെ പണിക്ക് പോകും. ഇന്നലെ അവന്മാര് നേരത്തെ പോയില്ലേ? ഞാൻ താമസല്ലേ വന്നത്. ഇന്ന് വാടക കൊടുക്കണം, ഇല്ലെങ്കിൽ അയാളെ ഇറക്കി വിടും. 7 മാസമായി വാടക കൊടുത്തിട്ട്. അരിമ്പാട്ടിലെ കാശ് എവിടെ? ഞാൻ എന്തിനടി അത്ര ദൂരം ചെന്ന് പൈസ എടുത്തോണ്ടൊക്കെ വരണത്? എവിടെ? ഹരിപ്പാട്ടൊക്കെ ചെന്ന്. മനുഷ്യന് പിന്നെ ചെലവില്ലേ? ലോട്ടറി എടുക്കണ്ടേ? താരി എന്നെടുക്കും? ഞാൻ ഈ നാട് മുഴുവൻ നടന്ന് മീൻ വിറ്റോണ്ട് വന്ന കാശ് മുഴുവൻ നിങ്ങൾ ലോട്ടറി എടുത്ത് മുടിപ്പിക്കുന്നതാണ് ഇവിടെ ഇരുന്നുണ്ട്. ഏത് നേരത്താണ് ആ പുണ്യാളച്ച എനിക്ക് ഇയാളെ കെട്ടാൻ തോന്നിയത്? നീ അല്ലേടി ആദ്യം നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ? അത് ശരിയാണ്. അതെന്താന്ന് അറിയാമോ ചേച്ചിമാരെ? നിങ്ങൾ കേക്ക്, ഞാൻ എന്നും ചന്തയിലോട്ട് മീനും കൊണ്ട് വെളുപ്പാങ്കാലത്ത് ഇതിലേ കൂടി പോകുമ്പോ ഇയാൾ ഈ വഞ്ചിയുടെ വന്നിരുന്ന് എന്നെ നോക്കും. ഞാൻ കരുതത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ്. പിന്നെയല്ലേ മനസ്സിലായത് ഞണ്ടിറക്കാൻ വേണ്ടി വന്നിരിക്കണേന്നുള്ളത്. നാണം കെടുത്തി, നാട്ടുകാർ മുമ്പ് തന്നെ നാണം കെടുത്തി. ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. ക്ലീറ്റസ് കടലിൽ ചാടി ചാവും. ഓ പുണ്യാളച്ചാ നന്ദി. വഞ്ചിയിലാ കടലിൽ പോണില്ല, ഇങ്ങനെയെങ്കിലും ഇറങ്ങി ഉപ്പൊളിച്ചിട്ട് കാലേ പറ്റട്ടെ. വീണ്ടും അതിശയം. കടലിൽ ചാടി ചാവും നോക്കിയോ? ചാവും. ഞാൻ ചന്തയിൽ പോകും. അയ്യോ എന്താണ്? അയ്യോ എന്താണ്? പൂമ്പാച്ചി, നീലത്തിമംഗലം. അയ്യോ ജീവണ്ട നോക്കുന്നത്, ജീവണ്ട നോക്ക്.
എന്റെ കണ്ണിൽ എന്തോടി കുരുവാടി. എന്താണ്? കസേരയിൽ ഇങ്ങനെ വെള്ള ഷൂ കെട്ടിരിക്കുന്ന കണ്ട ആര്? ജീവ. അയ്യോ, ഈ ചെറുക്കന്റെ കാര്യമല്ല, അതിന് ജീവനുണ്ടാന്ന് നോക്കാൻ. എത്ര രൂപയുടെ മുതലാണ് വന്ന് കിടക്കണേന്ന് അറിയാം. ഷർട്ടിൽ വിറ്റ കോടികളാണ് കിട്ടാൻ പോണു. ഇടി, ഇതിന്റെ ഷർട്ടിൽ വിട്ട കോടികൾ കിട്ടും. നമ്മള് കോടീശ്വരന്മാരാവടി. ഈ ഛർദിൽ വിട്ടിട്ട് കാച്ചുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പണ്ടേ അതങ്ങോട്ട് കൊടുത്തിട്ട് കടം തീർക്കാൻ പാടില്ല. ഷർട്ടില് നിങ്ങൾ എല്ലാ ദിവസവും കള്ളും കുടിച്ചു വന്ന് എന്തോ ഒരു ഛർദിലാണ് നോക്കണം, ഛർദിക്കണം. അയ്യോ, അത് ലോക്കൽ വാള്. ഇത് തിമിംഗല ഛർദി, കോടികൾ വിലയുള്ള സാധനം. കിട്ടുവാ? ഇത് നമ്മളിവിടെ എങ്ങനെ കച്ചവടം ചെയ്യും? കാര്യം ചെയ്യാം, റിച്ചാർഡിനെ വിളിച്ചു പറയാം. കുഴൽപ്പണത്തിന്റെ അവനെ വിളിച്ചു പറയാം. അതിനെ വിളിക്ക്. റിച്ചാർഡ് ഭായി, ഇത് ക്ലീറ്റസ് ആണ്. ഒരു തിമിംഗലം വന്ന് കരയിൽ അടിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഛർദില് വേറെ ആർക്കും കൊടുക്കല്ലേന്ന്. കാശ് തരും. പിന്നെ റിച്ചാർഡ് ഭായി, എങ്ങനെ നിങ്ങളെ ഗോഡൌണിന്റെ സൈഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുവരാന്നാ? കൊണ്ടുവരാം. കാശ് ചോദിക്കാൻ 1,00,000 രൂപ അഡ്വാൻസ് തരട്ടാന്ന്. 1,00,000 അണ്ണാച്ചിക്ക് കാശ് കൊടുക്കാൻ, വാടകയും കൊടുക്കാൻ, മേടിക്ക്. ധൈര്യമായിട്ട് 1,00,000 രൂപ കിട്ടോ? ഇല്ല, ഒരു മനുഷ്യറിയില്ല. ഷർട്ടില് നിങ്ങൾക്ക് തന്നെ ഉറപ്പിച്ച് ഫിക്സ്. 1,00,000 രൂപ അഡ്വാൻസ് തരാന്ന്. 5 കോടി രൂപ ഫിക്സ് ചെയ്തില്ലേ? എനിക്ക് വയ്യ. എന്റെ പട്ടി മീൻ കച്ചവടത്തിന് പോകും. വെറുതെ പറഞ്ഞാണ് അങ്ങ് കളഞ്ഞ അതിനെ. പിന്നെ ഈ എന്ത് കാര്യത്തിനാണത്? ഈ രവി അറിഞ്ഞു പോകരുത്. അതാരാണ്? നിന്റെ അപ്പ. എടി, ഇരി ചെവി അറിഞ്ഞു പോകരുത്. നമ്മള് രണ്ടും മാത്രമേ അറിയാവൂ കേട്ടാ. അയ്യോ, എന്തോ അപകടം വന്നിട്ട് ഇടിമിന്നലുണ്ടല്ലോ. അത് തന്നെ അപകടം വന്നോണ്ടാണല്ലോ തിമിംഗലങ്ങളൊക്കെ കരക്കടിഞ്ഞ് ചത്തത്. ഈ ചെറിയ അപകടമല്ല, ഇത് വലിയ അപകടമാണ് പറഞ്ഞത്. അതാ സിനിമ കൊണ്ട ടിക്കറ്റ് കൊടുക്കണ ചെറുക്കനാണ് ആന്റണി. അവനാണാ? കാണാതെ വള്ളത്തിന്റെ പുറം ഒളിച്ചിരിക്കാൻ കടലിന്റെ മക്കളാ വേണമെങ്കിലും ഞാൻ അഞ്ചലെ നാളെ ആയൂര് വെച്ച് കാണും. അഞ്ചലെ ആയൂര് വെച്ച്, ഏഞ്ചലെ നാളെ ആയൂര് വെച്ച് ഉറപ്പായിട്ട് ഞാൻ കാണും. വീഡിയോ കോൾ വിളിക്കാനോ? എടി, മത്തി ഉണക്കായിട്ടൊക്കെ കിടക്കാണ് അച്ഛനും അമ്മയും എല്ലാവരും കിടക്കുന്നത്. അവിടെ എങ്ങനെ പ്രൈവസി ആയിട്ട് നിന്നെ വീഡിയോ കോൾ വിളിക്കും? ഇതാവുമ്പോ കടപ്പുറം, ഇവിടെ ആരും കാണാതെ വെളുക്ക വീഡിയോ കോൾ ചെയ്യാം. നിന്റെ കെട്ടിയൊന്നും ഒരു അടുത്ത ആഴ്ചയാവും. ഇവരൊക്കെ എന്തിനാണ് പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്? ചുമ്മാ നമ്മുടെ സമയങ്ങളെ ഇന്ന് വെളുക്ക നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ആരടിയാ കിടക്കണത്? പോവൂല, സ്ഥിരമുള്ള പണിയാണ്. ലോകത്തുള്ള കംപ്ലീറ്റ് പെണ്ണുങ്ങളെ വീഡിയോ കോൾ ചെയ്തിട്ടേ പോവുള്ളൂ. ഒരു കാര്യം ചെയ്യേ, ഈ തിമിംഗലം നമ്മൾ രണ്ടുപേരും പൊക്കിയാ പൊങ്ങൂല. ഒരു കൈസഹായത്തിന് ആള് വേണ്ടേ? നോക്കിയോ അയ്യോ, കെട്ടിയോ മന്താടി. കിളിച്ചോട്ടനാ? എന്തായിരുന്നു പേര്? ക്ലീറ്റസ്. ക്ലീറ്റസ് എന്നാ എന്തുകൊണ്ട്? എടാ, നീ അങ്ങ് ആളാകെ മാറിപ്പോയില്ലടാ. പിന്നെ നീ എവിടെയായിരുന്നു കുറെ കാലം? ഞാൻ എറണാകുളം ടൗൺ. എറണാകുളത്തിനെ പറഞ്ഞ ഡൗൺ ആക്കാതെ. എറണാകുളം എപ്പോഴും ടോപ്പ് തന്നെ. അയ്യോ, ഡൗൺ അല്ല, എറണാകുളം ടൗണിൽ ഒരു തിയേറ്ററിലായിരുന്നു ടിക്കറ്റ് തീർന്ന് വെകളൊക്കെ ആയിട്ട് സമയമില്ല. കുറെ കാര്യം രൂപ എന്താ രൂപമൊക്കെ അങ്ങ് മാറിയല്ലോടാ. ഇന്നല്ല, താണ്ടാ മീശയൊക്കെ വളർന്ന് താടിയിൽ മുട്ടി. പിന്നെ കോഴിക്കുഞ്ഞിനെ വളർത്തി താടിയിൽ മുട്ടിക്കാൻ പറ്റും? ഇയാൾ എന്തോടെ പറയണത്? തർക്കുത്തര ഇതുവരെ നിന്നില്ലല്ലേ? എടാ, പിന്നെ അണ്ണ ഇവിടെ കിടന്ന് കറങ്ങണ എന്തിനെന്നറിയാം? എന്തുകൊണ്ടാ? എടാ, ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ള സെറ്റപ്പിൽ നീ. കച്ചവടം ഉണ്ടെങ്കിൽ നല്ല പൈസ ഇട്ട് കച്ചവടം ചെയ്യണം. അണ്ണ ഈ മീൻ പിടിക്കാൻ പോകുന്നത് കച്ചവടം ചെയ്യുന്നതാണ് നല്ലത്. എന്തോ കച്ചവടം ചെയ്യുന്നത് ഉള്ള തന്നെ. എന്റെ അമ്മയാണോ ഉള്ളത്? സമൂഹം ഒന്നും പറയൂലേ ഇതിന്? സമൂഹം എന്തോന്ന് പറയാ? സമൂഹം പറഞ്ഞാ പോടാവില്ലേന്ന് പറയും. എനിക്ക് പൈസ കണ്ടാ വലുത്. പൈസ കിട്ടുമെന്ന് പറഞ്ഞത് നാണം കെട്ട പരിപാടിക്കൊന്നും നിൽക്കേണ്ട ഒരു കാര്യം. നാണക്കേട് നിനക്കായിരിക്കും, ക്ലീറ്റസിന് നാണക്കേടില്ല. പൈസ കിട്ടുന്നു, കടപ്പുറത്തുനിന്ന് നാട് വിടുന്നു, അത്ര തന്നെ. എത്ര രൂപ പറഞ്ഞത്? 5 കോടി രൂപ പറഞ്ഞ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 കോടിക്കുള്ളയൊന്നും ഇല്ല. 5 കോടി കൊണ്ട് നേരത്തെ പറഞ്ഞ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് വല്ല വകുപ്പുണ്ടോ? ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാ? എടാ, ഒരാളുടെ പറഞ്ഞ് വില ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ? പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കുന്നു. ചേച്ചി ഒന്നും പറഞ്ഞില്ലേ? അവളല്ലേ ആദ്യം ഓക്കെ പറഞ്ഞത്. നാണം കെട്ട കുടുംബം. അവരെ സമ്മതിച്ച എന്തോലെ എനിക്കൊന്ന് സംസാരിക്കണം. ചത്ത മീൻ്റെ അടുത്ത് എന്തോന്ന് സംസാരിക്കണം? അതല്ല, കച്ചവടം ഉറപ്പിച്ചെന്നല്ലേ പറഞ്ഞില്ലേ, ഒന്ന് സംസാരിക്കണം. ചേച്ചി അറിഞ്ഞിട്ടേ ഞാൻ. പിന്നെ അങ്ങോട്ട് മാറിയടി കിടക്കണ കണ്ടോ? ദൈവമേ, അച്ഛനാ? ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും വലിയ മീൻ ചൂര. അതിന്റെ മുകളിലുള്ള മീനിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. കരിമംഗലോടാ? കരിമംഗലോ? അയ്യോ, തിമിംഗലോടാ? ദൈവമേ, തൊറയിലാശാനെ നാട്ടുകാരെ ഓടി വായോ. സാധനം പറയൂ. എനിക്ക് പറയണേ, എനിക്കിത് പറഞ്ഞേ പറ്റൂ. ആരത്തെങ്കിലും പറയും. പറയണോടാ? വേണ്ടല്ലേ? പറയണില്ല. ഇത് എങ്ങനെ കൊണ്ടുവന്ന ഈ സാധനം? പുറംകടലിൽ പോയി ചൂണ്ടായിട്ട് വലിച്ച് കാറ്റിങ് കൊണ്ടുവന്ന് ആണോ ചേച്ചി? പിന്നെ എടാ,
കല്യാണം കഴിഞ്ഞ രാത്രി ആ മൂലക്ക് ചുരുട്ടി വെച്ച പനമ്പായ വിടർത്തിയിട്ട് കിടക്കാൻ മടിയായിട്ട് കസേരയിൽ വെളുക്കോളം കുത്തിരുന്ന് ഇറങ്ങിയ മനുഷ്യനാണ് ഇയാളറിയാമോ? പിടിച്ചത് ചേച്ചി പറഞ്ഞു ചുമ്മാ പറഞ്ഞാടാ ഞാൻ തന്നെ പിടിച്ചത്. ഞാൻ ഇവിടുന്ന് ചൂണ്ട കൊണ്ട് വള്ളത്തിൽ ഒരു പോക്ക് പോയി. ഒരൊറ്റ കത്രിക മാത്രമേ എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോഴാണ് കടലിൽ നീക്കിയാണ് തിമിംഗലം. ആദ്യം അതിന്റെ വാലങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു പൊളച്ചില് പൊളഞ്ഞ് അറിഞ്ഞില്ല. എന്നിട്ട് രണ്ട് സൈഡിലുള്ള ചിറകങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും അറിഞ്ഞില്ല. നടുക്ക് വയറിന് ഒരു കട്ട്. ശ്വാസം കിട്ടാൻ വേണ്ടി മേളിലോട്ട് വന്നതും തലയുടെ ഭാഗത്ത് ഒരു ഒറ്റ കട്ട്. ദൈവത്തോർത്ത് എഡിറ്റിംഗ് വരുമ്പോ ഈ കള്ളക്കഥ അങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കണേ. പറയണേ, എനിക്ക് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റി. പറയണോടാ? വേണ്ടല്ലേ, ഈ പറയണില്ല. നീ പോയി ഛർദിലെടുക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുപോകട്ടെ. ചേച്ചി വിളിച്ചോണ്ട് വരാം. പോയി വിളിച്ചോണ്ട് പോടാ പെട്ടെന്ന്. ഛർദി എടുക്കും, ആയുള്ളവരെ നോക്കും. അങ്ങനെ വീട്ടിൽ നല്ല കിടുക്ക് ഹോം നേഴ്സാ. പിന്നെ ഛർദി എടുക്കാൻ ആള് വേണം പറഞ്ഞു. പിന്നെ ഛർദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൈസ കിട്ടുവാടാ. ഛർദിച്ചു കഴിഞ്ഞാൽ പൈസ പോവും. അതെങ്ങനെ? ആ സ്കൂളിന്റെ അവിടുത്തെ ഷേർലി അന്ന് ഛർദിച്ചു. ആ രഘു അവർ അച്ഛന് എന്തോരം പൈസ കൊടുത്തിട്ടാന്ന് അറിയുമ്പോ ഒത്തുതീർപ്പാക്കിയത്. അങ്ങനെ പൈസ പോകുന്ന പരിപാടിയാണ് ഈ സാധനം. ഇത് ചില്ലറ പൈസയിൽ നിന്ന് 5 കോടിയിലേക്ക് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം നീ. ഈ സാധനം അയ്യോ, ഇത് ആരോടത്തെങ്കിലും ഒന്ന് എനിക്ക് പറയണമല്ലേ? നാട്ടുകാരെ ഞാൻ പറയും. നിനക്ക് ഷെയർ തരാന്ന്. ഷെയർ തരുമോ? അണ്ണാ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പൈസ വേണോണ്ടാ. ഇത് എവിടെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ റിച്ചാർഡിന് ഒഴിഞ്ഞു കിടക്കണം ബംഗ്ലാവിൽ കൊണ്ട് കൊടുക്കണം. വണ്ടി ഞാൻ കിടക്കൊരു ആളെ വണ്ടി വിളിക്കാം. വണ്ടി ആര് വിളിക്കും? ബാബു ഉണ്ട്, അമ്മ വിശ്വസനാ. അവന് പറ്റൂടാ. എടാ ബാബുവേ, എന്തുവാടാ ആന്റോ ആ പറയടാ. കിടക്കൊരു ഓട്ടം ഉണ്ട്, നീ ഒന്ന് വരണം. ഇല്ല ഞാനില്ല, ഞാൻ തൂത്തുക്കുടിക്ക് മീനും കൊണ്ട് ഓടി. തൂത്തുക്കുടിക്ക് അല്ല വരണം. അല്ലല്ല, വരാൻ സമയമില്ല, ഞാൻ ഓടിയെത്തൂല. തൂത്തുക്കുടിക്ക് പോയി ഞാൻ പറയാം. ഹലോ ക്ലീറ്റസ് ആണ്ടാ. ഓ എന്നാ എടാ പെട്ടെന്നൊന്ന് ബീച്ച് വരെ ഒന്ന് വരണോടാ. ഞാനില്ല, ഞാൻ തൂത്തുക്കുടിക്ക് പോവാ മീനും കൊണ്ട്. എടാ 5 ഇരട്ടി പൈസ തരും, പെട്ടെന്ന് വാടാ. ഞാൻ എങ്ങനെ ഓടിയാലും അവിടെ എത്തൂല, അതുകൊണ്ടാണ്. ഞാൻ എന്റെ നമ്പറിൽ നിന്ന് വിളിക്കാം, എന്റെ സിമ്മിൽ നിന്ന് വിളിക്കായേ. നിന്റെ എങ്ങനെ അവന്റെ നമ്പർ വന്നു? എന്റെ കയ്യിൽ മാർക്കറ്റിൽ വന്ന് മീൻ മേടിക്കണം. പോ. സ്പീക്കർ ബാബു ബാബു ഞാൻ മിണ്ടൂല, പിണക്കോ. എടാ പോടാ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലവ് ചിഹ്നം അയച്ചിട്ട് മറുപടി ഒന്നും തന്നില്ലല്ലോ. ചുമ്മാ ചെറുക്കം വെറുതെ. എടാ നീ മിണ്ടായി, കുടുംബം കലക്കല്ലേ. ഞാൻ അങ്ങോട്ട് പിന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞതിന് മറുപടി മാത്രം. എന്നെ പറ. എടാ നീ ഇങ്ങോട്ട് കടപ്പുറത്തോട്ട് വരുവാടാ. എപ്പ വന്നത് ചോദിച്ചാ മതി. ഞാൻ ലൊക്കേഷൻ ഇടാ, നീ വേഗം വാട്ടാ. ലൊക്കേഷൻ ഇട്ടാ മതി, ഞാൻ വരാം കേട്ടോ. അപ്പൊ ക്ലീറ്റ ചേട്ടൻ പറഞ്ഞു നീ ഇല്ലെന്ന് പറഞ്ഞു. ആ നിങ്ങളെ ഭർത്താവ് ആന്റി ഒക്കെ വിളിച്ചിട്ട് എനിക്ക് വരാൻ കഴിയല്ലാണ്ട് ഞാൻ പറഞ്ഞാണ്. ഓ ഏപ്രിൽ ഫൂൾ, ഏപ്രിൽ ഫൂൾ. ഡിസംബറിലോ? അതല്ല, ഞാൻ കാര്യങ്ങളെല്ലാം കേട്ടെ. ആവശ്യം എന്റെ ആയി പോയില്ലേ? എടാ നീ പെട്ടെന്ന് ബീച്ച് വരെ ഒന്ന് ഓടി പാടാ. എന്ത് കാര്യത്തിന്? ഒരു സാധനം വന്ന് അടിഞ്ഞിട്ടുണ്ടാ. എന്തുവാന്ന് പറ. തിമിംഗലം വന്ന് അടിച്ചിട്ടുണ്ട്. വമ്പം കോളാണ്. ഓടി വാ വണ്ടി കൊണ്ട്. അവിടെ വന്നാ തിമിംഗലം? ഇവിടെ വന്നാ പിന്നെ ഇവിടെ ചെത്തി കടപ്പുറത്തും അന്ധകാരനായാലും ഒക്കെ തിമിംഗലം 5-6 അടിച്ചിട്ടുണ്ട്. അല്ലെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. ഇവിടെ വിജയുടെ തമിഴ് പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടേ അതിന്റെ ഡെമ്മി അവരെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അതെല്ലാം കടപ്പുറത്തും അടിച്ചിട്ടുണ്ട്. ഡെമ്മിയാണ് സത്യം. ആ വരണടാ സുഖമായിട്ട്. ഇപ്പൊ വരാവേ. എവിടെ പോവുക? കൈതക്കാട്ടി ചരിവ് എറിഞ്ഞിട്ടുണ്ട്. പൈസ എന്ന് പറയുമ്പോ ഇങ്ങനെ ആർത്തി കാണിച്ചെടുത്ത് ചാടരുത് കേട്ടോ. എന്തൊക്കെ ബഹളമായിരുന്നു. 10 കോടി 5 കോടി സ്പോഞ്ചിലട ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വലിച്ചപ്പോ ഈ സെറ്റിങ് വന്ന് എന്തുവാ? റിച്ചാർഡ് ഇപ്പൊ വരും. റിച്ചാർഡ് വരുമോ? അയ്യോ, റിച്ചാർഡ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അണ്ണനെ കൊല്ലും. പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു സോൾവ് ചെയ്യാൻ നോക്കണം. എനിക്കറിഞ്ഞൂടാ, ഞാനൊന്നും പറയാല്ല. ഞാൻ വീട്ടിൽ പോണോ? എവിടെ പോണോ? ദൈവമേ, ഞാൻ ഈ വലയെടുത്തോണ്ടേ നടുകടലിലോട്ട് പോട്ട്. അയ്യോ എന്റെ പുണ്യാളച്ച, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പണിക്ക് പോകാൻ തോന്നിയല്ല കടലിലോട്ട്. പണിക്ക് പോകാനുള്ള ആശ ഉണ്ടെന്നല്ല. എന്തിനാണ് റിച്ചാർഡിന്റെ കൈ കൊണ്ട് നീ കരയെ കടന്ന് ചാവണത്? അനകൾ അന്തസാറ്റ് നടുകടലിൽ ചെന്ന് കിടന്നൂടെ? നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആവുന്നത് ആരുടെ തെറ്റ്? തിമിംഗലത്തിന്റെ ഛർദിൽ. ചേട്ടാ നന്നായിരുന്നു. നിങ്ങളുടെ ഐഡിയ കൊള്ളാമായിരുന്നു. ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ അടുത്തെല്ലാം നമ്മൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കുകയും പത്രങ്ങളിലൊക്കെ വായിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണിത്. ആ ഐഡിയ എല്ലാം കൊണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു തമാശകളില്ലായിരുന്നു. അതിനുള്ളൊരു നിങ്ങളുടെ ആ പ്ലോട്ട് കൊണ്ടുവന്നുള്ളതല്ല. അതിനകത്ത് നമുക്ക്
ചിരിക്കാൻ പറ്റുന്ന തമാശകൾ തീരെ കുറവായിരുന്നു. പിന്നെ നിങ്ങളുടെ പ്ലേ, അത് പിന്നെ നിങ്ങൾ 3 പേര് ഉഗ്രൻ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമില്ല. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ നമ്മളെ പൊട്ടിച്ചിരികളാണല്ലോ നമുക്ക് വേണ്ടത്, ചിരികളാണ് വേണ്ടത്. പക്ഷേ അത് കുറവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് പോരാ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ നല്ല പൊട്ടിച്ചിരികളായിട്ട് വരണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. കുഴപ്പമില്ലായിരുന്നു. ചിരി കുറവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ ചിരിയുടെ ഏരിയകൾ കുറവാണ്. ക്ലൈമാക്സിൻ്റെ ആ ഒരു പീസ് കൊള്ളാം. ആ സിനിമയുടെ ഡെമ്മിയാണെന്നുള്ളതിൻ്റെ ആ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. സാധനം എടുത്ത് നല്ല സാധനമായിരുന്നു. കുറച്ച് കോമഡിയും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. തന്നെ നമ്മൾ തമാശയൊക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും വരുമെന്നറിയാം. അടുത്ത പ്രാവശ്യം നല്ല നല്ല ചിരികളുമായിട്ട് വീണ്ടും വരിക. ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, ഈ പറഞ്ഞ പോലെ നല്ല നല്ല പടക്കം പൊട്ടനോട്ട് നിങ്ങൾ കളിച്ച്, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ തമാശകൾ കുറവായിരുന്നു. അപ്പം നിങ്ങൾ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള തമാശകൾ എന്ന് കരുതുന്ന നമ്മൾ കേട്ട പലതും ഈ പറഞ്ഞിട്ട് ബാലിശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ദീപ്തിയുടെ ആ സ്ലാങ് എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ആപ്റ്റായിട്ട് ഒരുപാട് കോമഡികൾ ഉണ്ടാവുമെന്ന് കരുതി, മറ്റേ ചരിവൊക്കെ ആയിട്ട് വന്നതിന് ശേഷമുള്ളത്. പക്ഷേ ദീപ്തിക്ക് ഈ പറഞ്ഞിട്ട് സ്ലാങ്ങൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തെങ്കിലും ഈ പറഞ്ഞിട്ട് 3 പേർക്കും തമാശകൾ കുറവുണ്ടായിരുന്നു എന്നുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു പടപടാന്ന് കളിച്ച് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് നല്ലൊരു സ്കിറ്റായിരുന്നു. തമാശ കുറവായിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഞാനൊരു 8,000 രൂപ. 8,000 രൂപ. ബിജുകോട്ട ചേട്ടാ? ഞാനും ഒരു 8,000 രൂപ. ടോട്ടൽ 16,000 രൂപയായിട്ട് ബാക്കി എൻ്റെ വക. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. അപ്പം അടുത്ത പ്രാവശ്യം വരെ ഉഷാർ റൈറ്റുമായിട്ട് വാ. എന്നിട്ട് ശരദിന്റെ പോലെ ഒരുപാട് പൈസ വാങ്ങിച്ചോണ്ട് പോവാം. ഓക്കെ ഓക്കെ ശരി ട്ടാ. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു. എല്ലാരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി. നമ്മുടെ പിന്നെ പതിവ് പോലെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാറുള്ള അച്ഛൻ ഇത്തവണ പെരുമ്പാവൂർ പട്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ മിത്രകല ലൈബ്രറിയിലെ മെമ്പേഴ്സുമായിട്ടാണ് വന്നത്. ഒത്തിരി 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 സന്തോഷം. ഉഷാറായിരുന്നു. നമുക്കിനി നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം ഇതിൽ ഉഷാറായിട്ട് ചിരിക്കാൻ വരാം. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.